ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾക്ക് സമാധാനം. പ്രിയപ്പെട്ടവരെ, ഇന്നൊരു നല്ല ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഓഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ദിവസം എടുത്തു. വേറൊന്നും കൊണ്ടല്ല, 8 മന്ത് പ്രഗ്നൻസി റണ്ണിങ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റേതായുള്ള ബുദ്ധിമുട്ടുകളുണ്ട് സംസാരിക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ സംസാരിക്കുന്നത്. അതുപോലെ ഒരു വിഷയം ദൈവം തരണമല്ലോ. ദൈവം ഒരു വിഷയം തന്നാലാണ് അത് പ്രിയപ്പെട്ട ദൈവജനത്തിലേക്ക് എത്തിക്കാനായിട്ടും കൂടി സാധിക്കത്തുള്ളൂ. ദൈവം സഹായിച്ച് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും മധ്യസ്ഥയും സഹായവും സംരക്ഷകയുമാകുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു. കരുണയുള്ള നല്ല അമ്മേ, നീയാണല്ലോ ഞങ്ങളുടെ സ്നേഹവും പ്രത്യാശയും. അമ്മേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷകയുമായി ഇന്ന് ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കുന്നു. നാരകീയ സർപ്പങ്ങളുടെ തലയെ തകർത്ത പരിശുദ്ധ അമ്മേ, അങ്ങയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുക്കളിൽ നിന്നും, പ്രത്യേകിച്ച് പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങൾ, അഗ്നിബാധ, ജലപ്രളയം, ഇടിമിന്നൽ, കൊടുങ്കാറ്റ്, ഭൂമികുലുക്കം, വാഹനാപകടങ്ങൾ, വൈദ്യുതാഘാതം എന്നിവയിൽ നിന്നും, കള്ളന്മാർ, അക്രമികൾ എന്നിവയിൽ നിന്നും നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ സംരക്ഷണം വേണ്ടത്, ആ മേഖലയെ പരിശുദ്ധ അമ്മയുടെ ഉമലഹൃദയത്തിന് സമർപ്പിച്ച് യേശുവിന് കൊടുക്കാൻ പ്രാർത്ഥിക്കണേ. ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും സംരക്ഷിക്കണമേ. ഈ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരും അങ്ങയുടെ സ്വന്തമായതുകൊണ്ട് എല്ലാ അത്യാഹിതത്തിൽ നിന്നും ശാരീരിക അസുഖത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഏറ്റവും പ്രധാനമായി പാപം വർജിക്കുന്നതിനും എല്ലാ കാര്യത്തിലും ദൈവേഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നതിനും പാപത്തിൽ നിന്നകന്ന നന്മയിൽ ജീവിക്കുന്നതിനും എന്നേക്കുമായി അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ എല്ലാവർക്കുമായി അങ്ങേ തിരുകുമാരനോട് പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആവേ മരിയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നവരാണോ അതോ സാത്താനെ അന്വേഷിക്കുന്നവരാണോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. സത്യത്തിൽ ഇതല്ലായിരുന്നു ഞാൻ പറയാനായിട്ട് എടുത്തു വച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് ഇങ്ങനെയൊരു പ്രേരണ മനസ്സിലേക്ക് ഈ ഒരു വിഷയം തന്നപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് ശക്തമായിട്ടുള്ളൊരു പ്രേരണ കിട്ടി. അപ്പം നമുക്ക് ദൈവം പറയുന്നത് അല്ലേ കേൾക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിൻ്റെ മഹത്വം ഈ വിഷയത്തിന്മേൽ വെളിപ്പെടട്ടെ എന്ന്. കാരണം ഒരുപാട് ആളുകൾ ഇത് കേൾക്കാൻ ഇടയാവട്ടെ, അങ്ങനെ ഒത്തിരി പേർക്കത് മനസ്സിലാവാൻ ഇടയാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്നത്തെ ഒരു കാലഘട്ടം നമുക്കറിയാം, ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് ദൈവം തരുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ വിരൽത്തുമ്പിന്മേലാണ് ദൈവം നമുക്ക് വേണ്ടി ഓരോന്ന് കരുതി വച്ചിരിക്കുന്നത്. നമുക്കറിയാം, ദൈവം ഇത്രയേറെ സ്നേഹിക്കുന്ന ഒരു ജനത ഈ ഭൂമിയിൽ ഇല്ലതാനും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കൊക്കെ അതറിയാവുന്ന കാര്യമാണല്ലേ. നമ്മളെപ്പോലെ ഇത്രയേറെ ദൈവം സ്നേഹിക്കുന്ന വേറെ ഏത് ജനതയാണ് ഈ ലോകത്തുള്ളത്? ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ നമ്മൾ അറിയാതെ ക്ഷണിച്ചു വരുത്തുന്നതും മറഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള ഒത്തിരി അപകടങ്ങൾ ഉണ്ട്. ഞാൻ എപ്പോഴും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വിഷയമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ എന്തിനാണ് വിളിക്കപ്പെട്ടത് എന്നുള്ളത് നമ്മളെപ്പോഴും കരുതിയിരിക്കണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു വിളിയുണ്ട്, ഒരു ദൈവ വിളിയുണ്ട്. അപ്പോൾ ആ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഏത് വിളിയെ സംബന്ധിച്ചാണോ ആ വിളിയിലൂടെ വേണം നമ്മൾ മുന്നോട്ടേക്ക് പോകാനായിട്ട്. നിങ്ങളൊരു കുടുംബിനിയാണ്, ഒരു വീട്ടമ്മയാണ്. ദൈവം അതിനായിട്ട് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് ആണെങ്കിൽ നിങ്ങൾ അത് പ്രാർത്ഥനാ വിഷയമാക്കി മാറ്റി
പ്രാർത്ഥനയോടുകൂടി ആ കുടുംബം നയിക്കാനുള്ള ചുമതല നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നിർവഹിക്കണം. ഇനി നിങ്ങളൊരു സന്യസ്തയാണ്, അല്ലെങ്കിൽ ഒരു പുരോഹിതനാണ്, ഒരു കുടുംബനാഥനാണ്. ഒരു പക്ഷേ നമുക്ക് മറ്റൊരാളെ നോക്കാനുള്ളൊരു ചുമതല ദൈവം നമുക്ക് തന്നിട്ടുണ്ടാവുക. ഏത് മേഖല ആയിക്കോട്ടെ, നിങ്ങളുടെ ദൈവവിളി എന്താണോ ആ വിളിയെ നമ്മൾ മനസ്സിലാക്കി വേണം പ്രിയപ്പെട്ടവരെ നിങ്ങൾ മുന്നോട്ട് പോവാനായിട്ട്. അപ്പം ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ കണ്ടു, പരിശുദ്ധ അമ്മയെ നമ്മൾ സ്നേഹിക്കുമ്പോൾ, ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളത് എടുത്തെടുത്ത് ഓർമ്മപ്പെടുത്താൻ കാരണം എന്താണെന്നറിയാമോ? പല ആളുകളും പരിശുദ്ധ അമ്മയെ കാണുമ്പോൾ അമ്മയോട് നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം അമ്മയെ സമീപിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. വെറും തോന്നലല്ല കേട്ടോ, അത് യാഥാർത്ഥ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കണം, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുമ്പോൾ, അവരുടെ അരികിൽ നമ്മൾ പ്രാർത്ഥനയോടെ മുട്ടുകുത്തുമ്പോൾ ദൈവം ഞാൻ ചോദിക്കുന്ന എല്ലാം തരുമെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ആ വിശ്വാസം മനസ്സിലിരുന്നോട്ടെ. പക്ഷെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ ഒരിക്കലും ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തരുത്. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണ് നിങ്ങളോട്. കാരണം നമ്മുടെ ലൈഫിൽ അത് നമ്മൾ ശരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ സാത്താനെ അന്വേഷിക്കുന്നവരായിട്ട് മാറുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. നമ്മൾ സുവിശേഷം പറയുമ്പോഴും ഈ അനുഗ്രഹങ്ങളുടെ പുറകെ നമ്മൾ പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് ഈ അനുഗ്രഹം കിട്ടും, അങ്ങനെ ചെയ്യ്, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തു, ആ ആൾ എഴുന്നേറ്റ് നടന്നു, നമുക്ക് സാക്ഷ്യപ്പെടുത്താം. അതാ സാക്ഷ്യത്തിൽ നിങ്ങൾ ഒതുക്കിക്കൊള്ളണം. പക്ഷേ പിന്നീട് നിങ്ങൾ ഈ വിഷയം തന്നെ എടുത്തിട്ട് ഒരുപാട് ആളുകളെ സുവിശേഷത്തിലേക്ക് വിളിച്ചു കൂട്ടാൻ വേണ്ടി നിൽക്കരുത്. അവിടെയാണ് ദൈവം എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നത്? പരിശുദ്ധ അമ്മയെ പോലെ യേശുവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇത് ഒന്ന് നമ്മൾ അനുഗ്രഹങ്ങളുടെ പുറകെ പോകുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? നിർത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് വീട് വേണം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, കടക്കാരെ കൊണ്ട് ശല്യം സഹിക്കാൻ പറ്റുന്നില്ല, മക്കൾക്ക് ജോലി വേണം, നമുക്ക് ആവശ്യങ്ങൾ തീരുന്നില്ല. പക്ഷെ നമ്മൾ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്താണ്? നമ്മുടെ ആവശ്യങ്ങളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ അനുഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചെടുക്കുന്നതല്ല, മറിച്ച് സ്വർഗത്തിൻ്റെ നേട്ടത്തിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന കർത്താവിൻ്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുമ്പോഴാണ് അത് അനുഗ്രഹമായിട്ട് മാറുന്നത്. അവിടെ സ്വർഗീയമായിട്ടുള്ള അനുഭവങ്ങൾ, അതാണ് അനുഗ്രഹങ്ങൾ. അത് നമ്മുടെ ലൈഫുമായിട്ട്, ജീവിതവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അത്രമാത്രം ചേഞ്ച് ഉണ്ട്. നമുക്കറിയാം ദൈവവും നമ്മളും തമ്മിൽ അതുപോലെ വ്യത്യാസമുണ്ട്. ഞാൻ ഈ അടുത്ത നാളുകളിലൊക്കെ കേൾക്കുകയുണ്ടായി, പരിശുദ്ധ അമ്മയുടെ അരികിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ തീർത്ഥാടനം ചെയ്തോളൂ, തീർത്ഥാടന യാത്ര ചെയ്തോളൂ, പക്ഷെ എന്തുകൊണ്ടാണ് ആളുകൾ ഇപ്പോഴും ഈ അനുഭവങ്ങളുടെ പുറകെ പോകുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഞാൻ പലപ്പോഴും പിന്നെയും പറയുകയാണ്, നമ്മുടെ ആത്മാവിൻ്റെ വലിയ ഒരു സംരക്ഷണം നമുക്കിപ്പോൾ ആവശ്യമാണ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടത് ദൈവീക സംരക്ഷണമാണ്. ഈ ദൈവീക സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ കർത്താവിൻ്റെ നിയമങ്ങൾ നമ്മൾ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏത് പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലും നിങ്ങൾ ഓർക്കണം, ആ പ്രതിസന്ധി നിങ്ങൾക്ക് ദൈവം തരുന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന വലിയൊരു ദൈവിക മഹത്വമുണ്ട്. പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞു, എനിക്ക് നിരന്തര സഹനം കിട്ടുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവിത ആവശ്യങ്ങൾ എന്തെങ്കിലും വന്നാൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു രീതി നിങ്ങളോട് പറഞ്ഞു തരാം. നമ്മളൊക്കെ മനുഷ്യരാണ്, സ്വാഭാവികമായിട്ടും നമ്മൾ ഉറപ്പായിട്ടും ദൈവത്തോട് ചോദിക്കുക, അല്ലേ? ഞാൻ ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ,
ഏത് വിഷയമാണോ എനിക്ക് ദൈവസന്നിധിയിൽ നിന്ന് കിട്ടേണ്ട, ഏത് കാര്യത്തിന്മേലാണോ ദൈവം അവിടെ ഇടപെടേണ്ടത്, ആ വിഷയത്തെ ഞാൻ അവിടെ വളരെ ഓപ്പണായിട്ട് ദൈവത്തോട് ഒരൊറ്റ തവണ സംസാരിക്കത്തുള്ളൂ. ഒരൊറ്റ തവണ അവിടെ സംസാരിക്കും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് രക്തകണ്ണീരിൻ്റെ ജപമാല ചൊല്ലി ഞാൻ അവിടെ കൊടുക്കുക ചെയ്യാറ്. ഞാൻ പിന്നീട് ആ വിഷയത്തിലേക്ക് നോക്കാനേ പോവാറില്ല. കാരണം നമ്മളെ കൊണ്ട് പറ്റാത്ത ഏത് വിഷയമായിക്കോട്ടെ, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ദൈവസന്നിധിയിൽ അർപ്പിക്കണം. അത് അവിടെ തീർന്നു. പിന്നെ നമ്മൾ അതും ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കാൻ നിൽക്കരുത്. കാരണം പരിശുദ്ധ അമ്മ എന്നോടൊരിക്കൽ പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ അമ്മയോട് എൻ്റെ ആ പ്രാർത്ഥനാ ആ വിഷയങ്ങളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മയ്ക്ക് തരുമ്പോൾ അമ്മ പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, ഏത് സഹനം വന്നാലും അത് സ്വീകരിക്കാനായിട്ടാണ് എന്നോട് പറഞ്ഞത്. വരുന്ന സഹനങ്ങളെല്ലാം സ്വീകരിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് നഷ്ടപ്പെടരുത്. സഹനം സ്വീകരിക്കുമ്പോഴാണ് സാത്താൻ അവിടെ തോറ്റുപോകുന്നത്. നമ്മളെ തോൽപ്പിക്കാൻ സാത്താന് കഴിയുന്നില്ല നമ്മൾ സഹനം സ്വീകരിക്കുമ്പോൾ. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ അനുഭവങ്ങളുടെ പുറകെ പോയി, അനുഗ്രഹങ്ങളുടെ പുറകെ പോയി എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ സാത്താനെ ആരാധിക്കുന്ന മനുഷ്യരായിട്ട് മാറരുത്. അതിന് പുറകിൽ മറഞ്ഞിരിക്കുന്ന വലിയ അപകടങ്ങളുണ്ട്. ഒത്തിരി യൂട്യൂബിൽ ഒരുപാട് ടോക്കുകൾ ഞാൻ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ദൈവജനം പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് ചോദിച്ചാലും നമുക്കറിയാം, എന്ത് ചോദിച്ചാലും തരുന്നൊരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ ദൈവസന്നിധിയിൽ എല്ലാവരും നിൽക്കുന്നത്. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണേ, നമുക്ക് ചോദിക്കാതെ തരുന്നൊരു ദൈവം നമുക്കൊപ്പം ഉണ്ടെങ്കിലോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ദൈവസന്നിധിയിൽ വേറെ ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ ആത്മാവിന് വേണ്ടി, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാവിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് അപ്പുറ വശത്തിരുന്നുകൊണ്ട് നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ മൊത്തം നടത്തി തരുക, നിങ്ങളൊന്നും ചോദിക്കാതെ. അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ചോദിച്ച് ഇങ്ങനെ മേടിക്കുമ്പോൾ അതിനർത്ഥം ദൈവത്തിനറിയാം നിങ്ങൾക്ക് വേണ്ടത് ദൈവസ്നേഹമല്ല, മറിച്ച് അനുഗ്രഹങ്ങളാണ്. അത് സാത്താൻ മുതലാക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നവരാവുക. പിശാചിൻ്റെ പുറകെ പോവാതെ ഇരിക്കുക. ഒത്തിരി പേര് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒത്തിരി ഇങ്ങനെ പ്രാർത്ഥിക്കുക, അങ്ങനെ പ്രാർത്ഥിക്കുക, അതുപോലെ ചെയ്യുക, ഇതുപോലെ ചെയ്യുക. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ഞാൻ കർത്താവിലേക്ക് വന്നിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. 7 വർഷത്തോളം എക്സ്പീരിയൻസ് എനിക്കുള്ളൂ. പക്ഷേ 7 വർഷത്തെ ഈ ഒരു എക്സ്പീരിയൻസിനുള്ളിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം, ദൈവത്തെ അന്വേഷിക്കാനാണ് പരിശുദ്ധ അമ്മ എന്നെ ഏൽപ്പിച്ചതെങ്കിൽ ആ ദൗത്യം ഞാൻ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു വിളിയുണ്ട്. ആ വിളിക്കനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. അതിനനുസരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കാനോ അതിനപ്പുറത്തുള്ള അനുഗ്രഹങ്ങളുടെ മഹത്വം തേടി പോവാനോ നിങ്ങൾ നിന്നാൽ നമ്മുടെ അനുഭവങ്ങൾ, നമുക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു അനുഭവമാണെങ്കിൽ പോലും അത് എന്തും ആയിക്കൊള്ളട്ടെ, നമ്മളെപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്താനല്ല, നമ്മളെ മഹത്വപ്പെടുത്താനായിരിക്കും നമ്മൾ ഇഷ്ടപ്പെടുക. അപ്പോൾ നമ്മൾ കർത്താവേന്ന് വിളിച്ച് പിന്നാലെ പോകുന്നവരാവാതെ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന, ദൈവസ്നേഹം നമ്മുടെ കുടുംബങ്ങളിലും കുട്ടികളിലും ഒക്കെ സമൂഹത്തിലും സഭയിലും ഒക്കെ നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളായിട്ട് നിങ്ങൾ മാറണം. നിങ്ങൾ ഇന്ന് ചിന്തിക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ദൈവം വേണോ അതോ പിശാചിനെ വേണോ എന്നുള്ളത്. അത് കുറേ സമയം ഇങ്ങനെ ഒത്തിരി ആളുകൾ ഇതിനെക്കുറിച്ച് ഈ സമയങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. കാരണം ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയാമോ, നമ്മുടെ തമ്പുരാനെ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ദൈവസ്നേഹത്തെ അന്വേഷിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഞാൻ നിങ്ങളോട് പിന്നെയും പറയാം, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പോവരുതേ. പരിശുദ്ധാമ്മയോട് നിങ്ങൾ പ്രാർത്ഥിച്ചു, പക്ഷേ ഞാൻ പറയുവാണ്, നമ്മൾ അനുഗ്രഹങ്ങളുടെ പുറകെ പോവരുത്.
നമുക്ക് ആവശ്യങ്ങളൊക്കെ നടക്കും. നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ഒന്ന് പറഞ്ഞ്, പരിശുദ്ധാമ്മയോടൊന്ന് പറഞ്ഞ്, ഒന്നോ രണ്ട് ജപമാലയൊക്കെ ചൊല്ലി ഒന്ന് കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് പോയിക്കോളാം. ബാക്കി അതിൻ്റെ സമയത്തിന് ആ വിഷയത്തിന്മേൽ എന്ത് വിഷയമാണോ നിങ്ങൾ കൊടുത്തത്, ആ വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടി നിങ്ങൾ പരിശുദ്ധാമ്മയോട് പ്രാർത്ഥിച്ചു കൊടുക്കണം കേട്ടോ. അല്ലാതെ എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറയാൻ നമ്മൾ മനുഷ്യരാണ്. നമ്മൾ സാധാരണ മനുഷ്യർ. ദൈവം തിരിഞ്ഞുപോലും നോക്കത്തില്ല. യേശു എന്തിനു വേണ്ടിയാണ് കുരിശിൽ മരിച്ചത് നമ്മൾ ഓർത്താൽ മതി അല്ലേ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ കേൾക്കേണ്ടത് യേശുവിനെക്കുറിച്ചായിരിക്കണം, സാത്താനെക്കുറിച്ച് ആവരുത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ പിശാചിനെക്കുറിച്ച് ഏകദേശമൊക്കെ അറിവ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി അതിൽ നിന്നും നിങ്ങൾ പിന്തിരിയുക. പിശാചിനെക്കുറിച്ച് നിങ്ങൾ കേട്ട് കഴിഞ്ഞു. അവനെക്കുറിച്ച് അത്രയൊക്കെ കേട്ടാൽ മതി. പക്ഷേ ദൈവത്തെക്കുറിച്ച് അധികമായിട്ട് കേൾക്കുക, പ്രാർത്ഥിക്കുക. പരിശുദ്ധ റോസാമിസ്റ്റിക്ക മാതാവ് നിങ്ങൾക്കറിയാം, നെഞ്ചിൽ 3 പൂക്കൾ ചൂടിയ അമ്മ അല്ലേ. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹം ഞാൻ പറഞ്ഞ ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെട്ടത് പരിശുദ്ധ അമ്മ റോസാമിസ്റ്റിക്ക മാതാവ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ്. കാരണം പ്രായശ്ചിത്തം, പരിഹാരം, പ്രാർത്ഥന, ഇത് 3മാണ് ഒരു ദൈവ പൈതലിന് വേണ്ടത്. അപ്പം നിങ്ങൾ മാതാവിനോട് ചേർന്നിരിക്കുമ്പോൾ അമ്മയെ നിങ്ങൾ മുതലാക്കാതിരിക്കുക. കുറേ ആത്മീയമായിട്ടുള്ള ആളുകൾ പറയുന്നത് ഞാൻ കേട്ടു കേട്ടോ. പരിശുദ്ധ അമ്മയോട് അത് ചോദിക്കുക, ഇത് ചോദിച്ചാൽ കിട്ടും, അങ്ങനെ അനുഗ്രഹങ്ങൾ ചോദിച്ചാൽ കിട്ടും. നിങ്ങൾ യേശുവിനെ ഒന്ന് തരാൻ പറ. നിങ്ങൾക്ക് ദൈവസ്നേഹത്തിൽ നിങ്ങൾ നിറയാൻ പറ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് സങ്കടം. കാരണം ഒരു മനുഷ്യൻ്റെ ആത്മാവ് പോലും നഷ്ടപ്പെടരുത്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. നമുക്ക് സമാധാനം കിട്ടുന്ന ഒരൊറ്റ സ്ഥലമുള്ളൂ, അത് യേശുവിൻ്റെ ഹൃദയത്തിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ യേശുവിനെ അന്വേഷിക്കുക. അതിന് മാതാവിനെ കൂട്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് സാധിച്ചെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലെ സാധാരണക്കാരെ എത്രയോ പേർക്ക് അതിനെ സാധിക്കും. ഹല്ലേലൂയ. നമ്മളിപ്പോഴും ദാരിദ്ര്യം പറയാതെ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട്, യേശുവിൻ്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് അങ്ങനെ നമ്മുടെ ലൈഫ് ചേഞ്ച് ആവട്ടെ. ഒത്തിരി മാറ്റങ്ങൾ. എൻ്റെ ഹസ്ബൻഡിന്, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹസ്ബൻഡ് തികഞ്ഞൊരു മദ്യപാനിയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ലൈഫിൽ ഇതൊക്കെ. ഞാനിങ്ങനെ ഓരോ രാത്രി എത്രയോ വർഷങ്ങളായിട്ട് എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളുണ്ടായിട്ടുണ്ട്. ഒത്തിരി ഉറക്കമില്ലാത്ത രാത്രി എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. കരഞ്ഞിട്ടുണ്ട്. ആരോടും ഒരു പരാതിയും പരിഭവവും ഞാൻ പറയാറില്ല. പരാതികളൊക്കെ ഉന്നയിക്കുന്ന ദൈവസന്നിധിയിലാണ്. അപ്പോഴൊക്കെ മാതാവ് പറയുന്നൊരു കാര്യമുള്ളൂ, പ്രാർത്ഥിക്കുക, വരുന്ന സഹനങ്ങളൊക്കെ നീ സ്വീകരിക്കുക എന്ന് പറഞ്ഞ് അമ്മ അവിടെ ആ വിഷയത്തെ പരിഹരിക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്കറിയോ, ഒത്തിരി പ്രാർത്ഥിച്ച് ഒരുപാട് രാത്രികൾ ഉറക്കമളച്ചിരുന്ന് മാതാവിൻ്റെ അടുത്തിരുന്നു. ഈ വിഷയത്തിന് വേണ്ടിയിട്ട്, അതായത് ഒരു വ്യക്തി മാറാൻ വേണ്ടിയിട്ട് നമ്മൾ കള്ളൂടി നിർത്തണേ എന്നല്ല ഞാൻ പ്രാർത്ഥിച്ചത്. മറിച്ച് ആ വ്യക്തി ഒരു വിശ്വാസിയാവുവാനും അതുപോലെ തന്നെ മദ്യപാനിയായ അനേകം ദൈവമക്കൾ മാനസാന്തരപ്പെടാനും കുടുംബത്തിനകത്ത് ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെടാനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം അതായിരുന്നു ദൈവത്തിൻ്റെ നിയോഗം. നമ്മുടെ കുടുംബത്തിൽ ഒരാളൊരു പാപം ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, അതേ മേഖലയിൽ തങ്ങിക്കിടക്കുന്ന അനേക ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ദൈവഹിതം. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളെ രക്ഷപ്പെടാൻ വേണ്ടി മാത്രം നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുക. നമുക്കെല്ലാവരും ഒരുപോലെ ആയിരിക്കണം. അപ്പം ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയോ, ഇന്ന് എൻ്റെ ഭർത്താവ് എല്ലാ തരത്തിലും തികഞ്ഞ മദ്യപാനം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എത്ര മാത്രമേ ചെയ്തുള്ളൂ, മാതാവിൻ്റെ അടുത്തിരുന്ന് എൻ്റെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, എനിക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി നമ്മളെന്നും ചെയ്യുന്നത് പോലെ തന്നെ എല്ലാവരെയും യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കും. അതിനപ്പുറത്തേക്ക് ഒരു അനുഗ്രഹം പോലും ഞാൻ ചോദിക്കാറില്ല. കാരണം എന്നെ നടത്തുന്നത്, എൻ്റെ കുടുംബത്തെ നടത്തുന്നത് ദൈവമാണെന്ന് എനിക്കറിയാം. നിങ്ങളും അത് മനസ്സിലാക്കുക. നമ്മൾ ഓരോരുത്തരെയും നടത്തുന്ന ഒരു രാജാവ്, നമുക്കൊരു കുടുംബനാഥനുണ്ട്. അത് സ്വർഗത്തിൻ്റെ നാഥൻ. അവനെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയൊക്കെ അവൻ സംരക്ഷിച്ചോളും. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ ഏറെ പ്രിയപ്പെട്ടവരെ, ഓഡിയോ കുറച്ച് ലെന്തി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം.
പറഞ്ഞു പോയപ്പോൾ ഞാനങ്ങ് പോയിന്നേ ഉള്ളൂ. ഒരുപാട് സങ്കടമുണ്ട് കേട്ടോ. കാരണം ഒത്തിരി ആളുകൾ ഇങ്ങനെ ഇതിൻ്റെ പുറകെ പോകുമ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ടാണ്, പല ആളുകൾക്ക് അതുകൊണ്ടാണ് ദൈവത്തെ കിട്ടാത്തത്. ദൈവത്തെ കിട്ടാതെ നമുക്ക് കുറേ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ട് കാര്യമില്ല, നമ്മൾ തോറ്റുപോകും ജീവിതത്തിൽ. സങ്കടങ്ങൾ വരുമ്പോൾ നിങ്ങൾ വീണു പോകും. പിടിച്ച് നിൽക്കണ്ടേ നമുക്ക് അവസാനം വരെ, മരണം വരെ നമുക്ക് പിടിച്ച് നിൽക്കണം അല്ലേ? നമ്മുടെ മക്കളെ ദൈവത്തിന് കൊടുക്കണം, നമുക്കും അതുപോലെ ദൈവത്തിലേക്ക് വരണം. അതിനു വേണ്ടി നമുക്ക് ദൈവം വേണം കൂടെ. നമ്മൾ അനുഗ്രഹം ചോദിച്ചാൽ ദൈവം അനുഗ്രഹം മാത്രമേ തരത്തുള്ളൂ. ഒരിക്കലും നമുക്ക് ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റില്ല. നിങ്ങൾ സാത്താൻ്റെ പുറകെ പോകരുത്. അനുഗ്രഹങ്ങൾ എല്ലാം ഒന്നും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ദൈവികമല്ല, പൈശാചികമാണ്. അതറിഞ്ഞ് നിങ്ങൾക്ക് ദൈവവിളി അറിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകാം. ദൈവം അനുഗ്രഹിക്കട്ടെ.